നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തിരക്കഥയുടെ രീതിശാസ്ത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സസ്നേഹം സ്വാഗതം. ഒരു ഡിസംബർ കൂടി വിട പറയുകയാണ്. ഒരു വർഷം കൂടി നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇതാ യാത്ര ചൊല്ലിപ്പിരിയുന്നു. ഓരോ ഡിസംബർ വരുമ്പോഴും പ്രിയപ്പെട്ട മലയാറ്റൂർ രാമകൃഷ്ണ മരണം നമ്മെ വല്ലാതെ സങ്കടപ്പെടുത്തും. 1997 ഡിസംബർ 27 അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത്. മലയാളത്തിലെ ഏറ്റവും മികച്ച നോവലിസ്റ്റ്, ഏറ്റവും മികച്ച കഥാകൃത്തുക്കളിൽ ഒരാൾ, ഏറ്റവും മികച്ച തിരക്കഥാകൃത്തുക്കളിൽ ഒരാൾ, ഏറ്റവും മികച്ച ചിത്രകാരന്മാരിൽ ഒരാൾ എന്നിങ്ങനെ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ വ്യക്തി ജീവിതത്തിനും എഴുത്ത് ജീവിതത്തിനും ഒട്ടേറെ സവിശേഷതകളുണ്ട്. മലയാളത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ മലയാറ്റൂർ രാമകൃഷ്ണൻ ചെലുത്തിയ സ്വാധീനം ചെറുതൊന്നുമല്ല. ഒരു IAS ഉദ്യോഗസ്ഥനായി സത്യത്തിൽ അദ്ദേഹം ഒരു ഉത്സവം പോലെയാണ് മലയാളത്തിൽ ജീവിച്ചു പോയത്. ചെമ്പരത്തി, യക്ഷി, പൊന്നി, അയ്യർ ദ ഗ്രേറ്റ്, ഗായത്രി തുടങ്ങി എത്രയെത്ര ചിത്രങ്ങൾ. PN മേനോനെ പോലെയും KS സേതുമാധവനെ പോലെയുള്ള വലിയ പ്രതിഭകളുമായുള്ള അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ജീവിതം. ഇങ്ങനെ മലയാറ്റൂർ രാമകൃഷ്ണന് വിശേഷണങ്ങൾ പലതാണ്. മലയാറ്റൂരിൻ്റെ തിരക്കഥകളിലേക്ക് ഒരു ചെറിയ പാളിനോട്ടമാണ് ഇത്തവണ തിരക്കഥയുടെ രീതിശാസ്ത്രം ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വേരുകൾ എന്ന നോവലിലൂടെ നമ്മുടെയെല്ലാം മനസ്സിൽ ചിരകാല പ്രതിഷ്ഠ നേടിയ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ഏറ്റവും പ്രശസ്തമായ നോവലുകളിലൊന്നാണ് യക്ഷി. MO ജോസഫ് മഞ്ഞിലാസ് എന്ന ബാനറിൽ യക്ഷി നിർമ്മിച്ചു. അദ്ദേഹത്തിന് അതുവരെ ഒരു സഹനിർമ്മാതാവ് ഉണ്ടായിരുന്നു. എന്നാൽ ആ നിർമ്മാതാവ് മുട്ടത്ത് വർക്കിയുടെ വെളുത്ത കത്രീനെ സിനിമയാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പറ്റില്ല, മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ യക്ഷി സിനിമയാക്കണമെന്ന് MO ജോസഫ് വാശി പിടിച്ചു. അങ്ങനെ ആ നിർമ്മാതാക്കൾ തമ്മിൽ പിരിഞ്ഞു. അങ്ങനെയാണ് MO ജോസഫ് മഞ്ഞിലാസ് എന്ന പിൽക്കാലത്ത് പ്രശസ്തമായ ആ ബാനർ സ്ഥാപിക്കുന്നത്. മഞ്ഞിലാസ് എന്ന ബാനറിൽ ഒരുപാട് നല്ല സിനിമകൾ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. അതിലെ ഏറ്റവും നല്ല സിനിമയാണ് യക്ഷി. തോപ്പിൽ ഫാസിയാണ് ഈ ചിത്രത്തിന് തിരക്കഥ എഴുതിയത്. ഇതുമായി ബന്ധപ്പെട്ട് രസകരമായ ഒരു കഥയുണ്ട്. നടൻ സത്യൻ ഒരു ദിവസം മലയാറ്റൂർ രാമകൃഷ്ണൻ ഫോണിൽ വിളിച്ച് തൻ്റെ ലൊക്കേഷനിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടു. യക്ഷിയുടെ ചിത്രീകരണം നടക്കുകയാണ്. KS സേതുമാധവനാണ് ചിത്രത്തിൻ്റെ സംവിധായകൻ. മലയാറ്റൂർ രാമകൃഷ്ണൻ അന്ന് IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം സത്യൻ്റെ സെറ്റിലെത്തി. തൻ്റെ നോവലാണെങ്കിലും ഇതിൻ്റെ തിരക്കഥ മറ്റൊരാളാണല്ലോ തയ്യാറാക്കുന്നത്, തോപ്പിൽ ഫാസി. അദ്ദേഹമാകട്ടെ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും. ചിത്രത്തിൻ്റെ സംവിധായകനായ KS സേതുമാധവൻ അതിനേക്കാൾ അടുപ്പമുള്ളയാൾ. ലൊക്കേഷനിലെത്തിയ മലയാറ്റൂർ രാമകൃഷ്ണൻ എന്ന IAS ഉദ്യോഗസ്ഥനെ സത്യൻ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, കഥാകൃത്ത് ലൊക്കേഷനിൽ വന്നാൽ ആദ്യത്തെ പടി ക്യാമറയിലൂടെ നടനെ നോക്കണം എന്നുള്ളതാണ്. സെക്ഷലി ഇമ്പോർട്ടൻ്റായ ഒരു കഥാപാത്രത്തെയാണ്, ആ കഥാപാത്രത്തിൻ്റെ പേര് ശ്രീനി എന്നാണ് സത്യൻ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. വെള്ള സ്യൂട്ടാണ് വേഷം. വയലാറിൻ്റെ വളരെ പ്രശസ്തമായ പത്മരാഗ പടവുകൾ കയറി വരൂ എന്ന ഗാനമാണ് ചിത്രീകരിക്കാൻ പോകുന്നത്. മലയാറ്റൂർ രാമകൃഷ്ണൻ ക്യാമറ കണ്ണിലൂടെ നോക്കുമ്പോൾ കൂട്ട കയ്യടി മുഴങ്ങി. എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമാകും മുമ്പേ സംവിധായകനായ KS സേതുമാധവൻ പ്രഖ്യാപിച്ചു, മലയാറ്റൂർ രാമകൃഷ്ണൻ വലിയ എഴുത്തുകാരനൊക്കെ ആയിരിക്കാം, പക്ഷേ ക്യാമറ കണ്ണിലൂടെ നോക്കിയാൽ ഞാൻ പിഴയടിക്കും. ഇതാ 101 രൂപ നിങ്ങൾക്ക് പിഴയിടുന്നു. മലയാറ്റൂർ രാമകൃഷ്ണൻ 101 രൂപ അവിടെ അടച്ചു. ഉടനെ തന്നെ ചിത്രത്തിൻ്റെ സീൻ ചിത്രീകരിച്ച ഉടനെ തന്നെ എല്ലാവർക്കും അവിടെ പാർട്ടി നടത്തി. വളരെ കഷ്ടപ്പെട്ടാണ് യക്ഷി എന്ന നോവൽ താൻ എഴുതിയതെന്ന് മലയാറ്റൂർ രാമകൃഷ്ണൻ പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. ഐതിഹ്യമാലയും അമ്മുമ്മ കഥകൾ പോലുള്ള ഫാൻറ്റസി നിരന്തരം വായിച്ച് അതിൽ മനസ്സർപ്പിച്ചാണ് യക്ഷി എന്ന നോവൽ താൻ പൂർത്തിയാക്കിയത്. വേരുകൾ പോലും വളരെ എളുപ്പം തനിക്ക് എഴുതാൻ കഴിഞ്ഞു എന്ന് മലയാറ്റൂർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ യക്ഷിയിൽ അപരിചിതമായ ഒരുപാട് മേഖലകളുണ്ടായിരുന്നു. അത് തന്നെയാണ് ആ ചിത്രത്തിൻ്റെ, ആ നോവലിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനവും. പിൽക്കാലത്ത് ഹേമമാലിനിയുമായി ബന്ധപ്പെട്ടൊരു വിവാദമുണ്ടായി. ഹേമമാലിനി സീരിയൽ ചിത്രീകരിക്കാൻ വേണ്ടി യക്ഷിയുടെ റൈറ്റ് വാങ്ങി. എന്നാൽ മലയാറ്റൂരുമായി അത് ഒടുവിൽ സാമ്പത്തിക തർക്കത്തിലേർപ്പെട്ടു. കോടതിയിൽ കേസായി.
പിന്നീട് ഹേമമാലിനിയും മലയാറ്റൂരും അതിൽ വിട്ടുവീഴ്ച ചെയ്തതോടുകൂടി ആ പ്രോജക്റ്റ് പൂർത്തിയാവുകയാണ് ഉണ്ടായത്. സൗഹൃദങ്ങളുടെ തമ്പുരാനായിരുന്നു മലയാറ്റൂർ രാമകൃഷ്ണൻ. സിനിമയിലും ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു വയലാർ രാമവർമ്മ എന്ന കുട്ടൻ. കുട്ട എന്ന് മുഴുവയ്ക്ക് മലയാറ്റൂർ വിളിച്ചിരുന്നില്ല, അത്രമാത്രം സ്നേഹമായിരുന്നു ഇവർ തമ്മിൽ. മലയാറ്റൂരും വയലാറും പല രാത്രികളിലും സർക്കാരിൻ്റെ ഗസ്റ്റ് ഹൗസായ ആലുവ പാലസിൽ ദീർഘനാൾ താമസിച്ചിട്ടുണ്ട്. ഈ താമസത്തിനിടയിലാണ് 1000 പാദസരങ്ങൾ കിലുങ്ങി, ആലുവ പുഴ പിന്നെയും ഒഴുകി തുടങ്ങിയ ഗാനങ്ങൾ വയലാർ എഴുതിയിട്ടുള്ളത്. അർദ്ധരാത്രി വരെ സംസാരിച്ചിരുന്ന ശേഷം മലയാറ്റൂർ ഉറങ്ങുമ്പോൾ അർദ്ധരാത്രിയിൽ എപ്പോഴോ അല്ലെങ്കിൽ പുലർച്ചയിൽ എപ്പോഴോ വയലാർ എഴുന്നേറ്റിരുന്ന് പാട്ടുകൾ എഴുതും. ഉറങ്ങുമ്പോൾ പോലും വയലാറിൻ്റെ കാലുകൾ ചലിച്ചു കൊണ്ടിരിക്കുമെന്ന് മലയാറ്റൂർ പിൽക്കാലത്ത് എഴുതിയിട്ടുണ്ട്. അതായത് ഉറങ്ങുമ്പോൾ പോലും വയലാർ ആലോചിച്ചിരുന്നത് ഏറ്റവും നല്ല വരികളും ഏറ്റവും നല്ല കവിതകളും ഏറ്റവും നല്ല പാട്ടുകളുമായിരുന്നു. പെരിയാറേ പെരിയാറേ തുടങ്ങിയ പാട്ടുകൾ എഴുതിയതും മലയാറ്റൂർ രാമകൃഷ്ണനോടൊപ്പം ആലുവ പാലസിൽ താമസിക്കുമ്പോഴാണ്. ഒരിക്കലൊരു ഗാനത്തിൽ മലയാറ്റൂർ പള്ളി കടന്നു വന്നത് മലയാറ്റൂർ രാമകൃഷ്ണനെ ഉദ്ദേശിച്ചാണെന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കോഴിക്കോട് താമസിക്കുമ്പോൾ നീലഗിരിയുടെ സഖികളെ എന്ന ഗാനത്തിൽ വയലാറിനും മലയാറ്റൂരിനും പ്രിയപ്പെട്ട രാമദാസ് വൈദ്യരുടെ നീലഗിരി എന്ന ലോഡ്ജാണ് കടന്നു വന്നിട്ടുള്ളത്. ഇത്തരത്തിൽ PN മേനോനായാലും KS സേതുമാധവനായാലും വയലാറായാലും ആ കാലം വളരെ സുരഭിലമായ വസന്തങ്ങൾ നിറഞ്ഞ ഒരു കാലമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ആദ്യത്തെ സ്ക്രിപ്റ്റ് ലക്ഷപ്രഭുവിൻ്റേതായിരുന്നു. P. ഭാസ്കരൻ മാസ്റ്ററായിരുന്നു ലക്ഷപ്രഭു സംവിധാനം ചെയ്തത്. കൊല്ലത്തെ പ്രശസ്തനായ ജനറൽ പിക്ചേഴ്സ് രവിയാണ് ഈ ചിത്രം നിർമ്മിച്ചത്. ഈ ചിത്രത്തിൻ്റെ ആദ്യത്തെ പേര് മുഖ്യമന്ത്രി എന്നായിരുന്നു. മുഖ്യമന്ത്രിയെ കളിയാക്കുന്ന ഒരു സിനിമയായിരുന്നു അത്. നിങ്ങൾ ഓർക്കണം, അന്ന് IAS ഉദ്യോഗസ്ഥനായിരുന്നു മലയാറ്റൂർ രാമകൃഷ്ണൻ. പക്ഷേ അതൊന്നും തൻ്റെ കലാജീവിതത്തിൽ ഒരു ബാരിയറായി അദ്ദേഹം ഒരിക്കലും അനുഭവിച്ചിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ സ്ക്രിപ്റ്റ് കയ്യിൽ കിട്ടിയ ഉടനെ P. ഭാസ്കരൻ മാസ്റ്റർക്ക് ഒരു സംശയം, ഇതിന് സെൻസർ പ്രോബ്ലം വന്നാലോ? അദ്ദേഹം അസാധാരണമായ ഒരു നടപടിയിലേക്ക് കടന്നു. ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് സെൻസർ ബോർഡിന് സമർപ്പിച്ചു. അവർ വായിച്ച ശേഷം മതിയല്ലോ ചിത്രീകരണം. നസീറിൻ്റെയും ഷീലയുടെയും അടൂർ ഫാസിയുടെയും എല്ലാം ഡേറ്റുകൾ ഇതിനകം വാങ്ങിക്കഴിഞ്ഞിരുന്നു. ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്നു അക്കാലത്ത് സെൻസർ ഓഫീസർ. അദ്ദേഹം സ്ക്രിപ്റ്റ് വായിച്ച ശേഷം എഴുതിയ കുറിപ്പിതാണ്: ഈ ചിത്രം മുഖ്യമന്ത്രി എന്ന സ്ക്രിപ്റ്റ് ഒരു കാരണവശാലും സിനിമയാക്കരുത്. ഇത് എഴുതിയത് ഒരു IAS ഉദ്യോഗസ്ഥനാണെന്ന കാര്യം എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്നാണ്. മലയാറ്റൂർ രാമകൃഷ്ണൻ മറ്റ് വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. നസീറിൻ്റെയും ഷീലയുടെയും ഡേറ്റുകൾ പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോൾ ഭാസ്കരൻ മാഷ് മലയാറ്റൂരിനോട് പറഞ്ഞു, ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് മാറ്റി എഴുതണം. അങ്ങനെയാണ് മുഖ്യമന്ത്രി എന്ന സ്ക്രിപ്റ്റ് ലക്ഷപ്രഭു എന്ന സിനിമയായി മാറിയത്. ഒരുപാട് വലിയ സാമ്പത്തിക വിജയം നേടിയ ചിത്രമായിരുന്നു ലക്ഷപ്രഭു. ചെമ്പരത്തിയും ചായവും ഗായത്രിയും മലയാറ്റൂരിൻ്റെ പ്രശസ്തമായ തിരക്കഥകളാണ്. കൊല്ലത്തെ പ്രശസ്തമായ മലയാള നാടിൻ്റെ പത്രാധിപർ SK നായരാണ് ഗായത്രി ഒഴികെയുള്ള 2 ചിത്രങ്ങളും നിർമ്മിച്ചത്. ശ്രീധരൻ ഇളയിടമായിരുന്നു ഗായത്രിയുടെ നിർമ്മാതാവ്. 3 ചിത്രങ്ങളും സംവിധാനം ചെയ്തത് PN മേനോനാണ്. PN മേനോനെ സ്നേഹപൂർവ്വം നാരായണൻകുട്ടി എന്നാണ് മലയാറ്റൂർ വിളിച്ചിരുന്നത്. PN മേനോന് ഒരു കുഴപ്പമുണ്ട്. മദ്യപാനമാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയങ്കരം. 2 പെഗ്ഗിനപ്പുറം കഴിച്ചാൽ അദ്ദേഹം പെശകാണെന്ന് SK നായർ മലയാറ്റൂരിനോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തൻ്റെ സൗഹൃദ വലയത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായ നാരായണൻകുട്ടിയുമായി രസകരമായ ഒരു സംഭവമുണ്ടായി. ഗായത്രിയുടെ ചർച്ചയ്ക്കിടയിലാണ് ഇതെല്ലാം കൊല്ലത്തെ നീല ഹോട്ടലിൽ വെച്ച് ഉണ്ടാകുന്നത്. SK നായരുടെ ഉടമസ്ഥതയിലാണ് നീല ഹോട്ടൽ അക്കാലത്ത് പ്രവർത്തിച്ചിരുന്നത്. PN മേനോൻ എന്ന നാരായണൻകുട്ടിയുടെ ഒരുപാട് തമാശകൾ പറഞ്ഞ് മലയാറ്റൂർ രാമകൃഷ്ണൻ പിൽക്കാലത്ത് കുടുകുട ചിരിച്ചിട്ടുണ്ട് പലതവണ. കരിക്കും വെള്ളം കുടിക്കുന്നത് പോലെയാണ് അദ്ദേഹം മദ്യം കഴിക്കുന്നതെന്നാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. അതെന്തായാലും PN മേനോനെ പോലെ സർഗധനനായ ഒരു സംവിധായകൻ മറ്റൊരാളില്ല മലയാളത്തിൽ. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പറച്ചിലിനെക്കുറിച്ചും ഒരുപാട് കഥകളുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഡൽഹിയിൽ ദേശീയ അവാർഡ് വാങ്ങാൻ ചെന്നു. മന്ത്രിയുടെ പേര് ഷാ എന്നാണ്, അക്കാലത്തെ വാർത്താവിതരണ മന്ത്രി. അദ്ദേഹമാണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം PN മേനോന് നൽകുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ PN മേനോൻ മന്ത്രിയുടെ പേര് മറന്നുപോയി.
അദ്ദേഹം മന്ത്രിയെ തട്ടി വിളിച്ചു. വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചു. മന്ത്രി പറഞ്ഞു ഷാ. ഇഫ് യു ആർ ഷാ ഐ ആം ഷീ എന്നാണ് PN മേനോൻ്റെ തമാശ. ഇത്തരത്തിൽ ഇംഗ്ലീഷ് പ്രാവീണ്യം വളരെ കുറവായിരുന്നെങ്കിലും മലയാള സിനിമയിൽ PN മേനോനോടൊപ്പം സാന്നിധ്യം അറിയിച്ച മറ്റൊന്ന് സംവിധായകർ അക്കാലത്ത് കുറവായിരുന്നു. പ്രത്യേകിച്ച് വാണിജ്യപരമായ സിനിമയും കലാപരമായ സിനിമയും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ വളരെ പക്വമായി കൈകാര്യം ചെയ്തിരുന്നു PN മേനോൻ. മലയാറ്റൂരിൻ്റെ പല നല്ല തിരക്കഥകൾക്കും സിനിമാ ഭാഷ്യം നൽകിയത് PN മേനോനാണ്. ചെമ്പരത്തിയും ചായവും മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ വളരെ പ്രശസ്തമായ തിരക്കഥകളാണ്. ചെമ്പരത്തിയിൽ രാഘവനെയും സുധീറിനെയും മലയാറ്റൂർ അവതരിപ്പിച്ചു. രാഘവന് പകരം മലയാളനാട് SK നായർ ആദ്യം ആലോചിച്ചത് സുരാസുവിനെയാണ്. പിന്നീട് PN മേനോൻ്റെയും മലയാറ്റൂരിൻ്റെയും അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് രാഘവനെ ഈ ചിത്രത്തിൽ അഭിനയിപ്പിക്കാൻ തീരുമാനിച്ചത്. വയലാറിൻ്റെ വളരെ പ്രശസ്തമായ ചക്രവർത്തിനി നിനക്ക് ഞാനൊരു ശില്പഗോപുരം തുറന്നു എന്ന ഗാനം ചെമ്പരത്തിയിലാണ്. ചെമ്പരത്തി വലിയ സാമ്പത്തിക വിജയം നേടിയപ്പോൾ മലയാളനാട് SK നായർ PN മേനോന് ഒരു കാർ വാങ്ങി നൽകി. കാറിൻ്റെ താക്കോല് തിരുവനന്തപുരത്തെ ഹോട്ടൽ മാഗ്നറ്റിൽ വെച്ച് കളഞ്ഞുപോയി. പിന്നീട് ഏതോ നല്ല മനസ്സുള്ളൊരു ബെയറർ ആ താക്കോല് കണ്ടെത്തി PN മേനോന് നൽകി. പക്ഷേ തിരുവനന്തപുരത്ത് വെച്ച് തന്നെ PN മേനോൻ ആ കാറ് വിറ്റു. അദ്ദേഹത്തിന് കാറിനോടൊന്നും പ്രത്യേകിച്ചൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ചായം എന്ന മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ തിരക്കഥയിൽ ഒരുപാട് മാറ്റം വരുത്തി PN മേനോൻ. മലയാറ്റൂർ എഴുതി കൊടുത്ത തിരക്കഥയല്ല അദ്ദേഹം സിനിമയാക്കിയത്. ഇത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായി. ചിത്രം ഒരു പരാജയമായി മാറുകയും ചെയ്തു. പക്ഷെ അപ്പോഴൊന്നും PN മേനോൻ എന്ന തൻ്റെ നാരായണൻകുട്ടിയോട് മലയാറ്റൂർ പിണങ്ങിയില്ല. അതായിരുന്നില്ല അവർ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ആഴം. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ചിത്രമായിരുന്നു മലയാറ്റൂരിൻ്റെ ഗായത്രി. PN മേനോനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. യേശുദാസിന് ആദ്യമായി ഗോൾഡ് മെഡൽ കിട്ടിയ പത്മതീർത്ഥമേ ഉണരൂ എന്ന ഗാനം ഈ ചിത്രത്തിലാണ് ഉള്ളത്. ഈ ചിത്രത്തിലാണ് ആദ്യമായി MG സോമൻ അഭിനയിക്കുന്നത്. MG സോമൻ്റെ പേര് ദിനേശ് എന്നാക്കി മാറ്റി ഈ ചിത്രത്തിൽ മലയാറ്റൂർ രാമകൃഷ്ണൻ. രാജാമണി എന്ന റിബൽ ബ്രാഹ്മണ യുവാവിൻ്റെ വേഷത്തിലാണ് സോമൻ അഭിനയിച്ചത്. അന്ന് തന്നെ മലയാറ്റൂർ വിധിയെഴുതി സോമൻ ഒരു വലിയ നടനായി മലയാളത്തിൽ തിളങ്ങുമെന്ന്. അത് അതേപടി സംഭവിക്കുകയും ചെയ്തു. ഒരു പാട്ടിയമ്മയുടെ റോളുണ്ടായിരുന്നു ഈ ചിത്രത്തിൽ. കോട്ടയ്ക്കകത്തെ ഒരു പഴയ തറവാട്ടിൽ നിന്നൊരു പാട്ടിയമ്മയാണ് ഈ ചിത്രത്തിലേക്കായി സംവിധായകൻ കണ്ടെത്തിയത്. മലയാറ്റൂർ IAS ഉദ്യോഗസ്ഥനാണെന്നറിഞ്ഞ പാട്ടിയമ്മ വിട്ടില്ല. തൻ്റെ പേരക്കുട്ടിക്ക് ജോലി വാങ്ങിത്തരാനായി അവർ മലയാറ്റൂരിനെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു. ഒടുവിൽ തിരുവനന്തപുരത്ത് തന്നെയുള്ളൊരു സ്വകാര്യ കമ്പനിയിൽ ആ പാട്ടിയമ്മയുടെ പേരക്കുട്ടിക്ക് മലയാറ്റൂർ ജോലി വാങ്ങി നൽകി. തൻ്റെ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങളിൽ ഒന്നാണിതെന്ന് മലയാറ്റൂർ പിൽക്കാലത്ത് എഴുതിയിട്ടുണ്ട്. അത്രമാത്രം ദാരിദ്ര്യമായ ഒരവസ്ഥയിലായിരുന്നു ആ പാട്ടിയമ്മ അക്കാലത്ത് ജീവിച്ചിരുന്നത്. ഗായത്രി എന്ന ചിത്രത്തിൻ്റെ പ്രിൻ്റൊന്നും ഇന്ന് ലഭ്യമല്ല. എവിടെ നിന്നോ കിട്ടിയ ഒരു റഷസ് എടുത്ത് മലയാറ്റൂർ ദൂരദർശന കൈമാറിയെങ്കിലും പിന്നീട് അവിടെ നിന്നും നഷ്ടപ്പെട്ടു. MG സോമൻ എന്ന മഹാപ്രതിഭയെ ഓർക്കുമ്പോഴെല്ലാം രാജാമണി എന്ന കഥാപാത്രത്തെയും നമ്മൾ ഓർത്തുപോകും. ചിത്രത്തിൻ്റെ പ്രിൻ്റ് ലഭ്യമല്ലെങ്കിലും ഗായത്രി ഇന്നും നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി യേശുദാസൻ്റെ വളരെ പ്രശസ്തമായ പത്മതീർത്ഥമേ ഉണരൂ എന്ന ഗാനം നമുക്കാർക്കും മറക്കാൻ കഴിയുകയില്ല. മലയാറ്റൂരിൻ്റെ 2 കഥകൾ ഹരിഹരൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. പഞ്ചമിയും ശരപഞ്ചരവും. പഞ്ചമിക്ക് മലയാറ്റൂരാണ് തിരക്കഥ എഴുതിയത്. ശരപഞ്ചരത്തിൽ KT മുഹമ്മദ് തിരക്കഥാകൃത്തായി. മലയാളികളുടെ പ്രിയപ്പെട്ട നടനായിരുന്ന ജയനാണ് ശരപഞ്ചരത്തിൽ നായകനായി അഭിനയിച്ചത്. ജയൻ ജീവിച്ചിരുന്നെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാറിനെ നമുക്ക് ലഭിക്കുമായിരുന്നെന്ന് മലയാറ്റൂർ പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. ഒടുക്കം തുടക്കം എന്ന പേരിൽ ഒരു ചലച്ചിത്രം മലയാറ്റൂർ സംവിധാനം ചെയ്തിട്ടുമുണ്ട്. MO ജോസഫിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത്. ഇത് മലയാറ്റൂരിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ചലച്ചിത്ര പ്രവർത്തനമായിരുന്നു. ഡിസംബർ 27 നമ്മെ വിട്ടുപിരിഞ്ഞ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് പ്രണാമങ്ങൾ അർപ്പിക്കാം. തിരക്കഥയുടെ രീതിശാസ്ത്രത്തിൻ്റെ എപ്പിസോഡ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.